ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സംഷി പുറത്തേക്ക് വന്നപ്പോൾ ഡുവാൻ അങ്ങനെ പുറത്തിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ സംഷി വിചാരിക്കുന്നുണ്ട്, എന്തിനാണ് ഡുവാൻ ഇപ്പോൾ പുറത്തിരിക്കുന്നത്, ഡുവാന് റൂമിൽ കിടന്ന് ഉറങ്ങിക്കൂടെ എന്നെല്ലാം സംഷി ചിന്തിക്കുന്നുണ്ട്. അതേസമയം ഡുവാന് ജിയാങ്ങിൻ്റെ മെസ്സേജ് എല്ലാം വരുന്നുണ്ട്. എന്നിട്ടും ഡുവാൻ ഒരു മെസ്സേജും അവർക്ക് അയക്കുന്നില്ല. അങ്ങനെ സംഷി നേരെ ഡുവാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഡുവാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഉറങ്ങാത്തത്, നിങ്ങളോട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എന്താ ഉറങ്ങാത്തത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, ഞാൻ സ്ഥലം മാറി കിടന്നതല്ലേ, അതിൻ്റെ പ്രശ്നമായിരിക്കും, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെല്ലാം ചോദിക്കുമ്പോൾ സംഷി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യൂ. അങ്ങനെ എല്ലാം പറഞ്ഞിട്ടും ഡുവാൻ ഒന്നും തന്നെ മിണ്ടാതെ ഇരിക്കുകയാണ്. അത് കണ്ട് സംഷി പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും എന്നോട് പറയാനില്ല എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് ഡുവാൻ പറയുന്നുണ്ട്, നിനക്കറിയുമോ, എനിക്ക് വലിയൊരു കടവുണ്ട്. അതെല്ലാം കേട്ട് സംഷി ഒരുപാട് നെട്ടുന്നുണ്ട്. അപ്പോൾ സംഷി പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പഠിച്ച് എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് കിട്ടുമല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ സഹായിക്കാം എന്നെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ ഡുവാൻ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഡുവാൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ആവശ്യമില്ല, നിനക്ക് കിട്ടുന്ന ക്യാഷ് നീ എല്ലാവരെയും നല്ലപോലെ നോക്കിയാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഡുവാനോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം സംഷി നേരെ റൂമിലേക്ക് വന്നിട്ട് ഒരു പേപ്പറിൽ എനിക്ക് ഡുവാൻ എല്ലാ കടങ്ങളും തീർക്കണമെന്നെല്ലാം എഴുതി സ്റ്റാറാക്കി ഉണ്ടാക്കി ഡുവാൻ തന്ന ആ മെയിൽ ബോട്ടിലിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതേസമയം പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് സംഷി വന്നു നോക്കുമ്പോഴാണ് ഡുവാൻ പോകുന്നതായി കാണുന്നത്. അങ്ങനെ ഡുവാൻ സംഷിയെയും കാണുന്നുണ്ട്. ഡുവാൻ സംഷിയോട് ഫോണെല്ലാം കാണിച്ചു കൊടുത്ത് അതിൽ നോക്കൂ എന്നുള്ള എല്ലാ ആക്ഷനും കൊടുക്കുന്നുണ്ട്. അത് കണ്ട് സംഷി തലയാട്ടുന്നുമുണ്ട്. സംഷിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുമുണ്ട്. അങ്ങനെ സംഷി നേരെ റൂമിലേക്ക് വന്ന് അവരുടെ ഫോൺ എടുത്തു നോക്കുമ്പോൾ ഡുവാൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ എൻ്റെ ഹോം ടൗൺ ആയ എരിയിലേക്ക് നാളെ ഫ്ലൈറ്റ് കയറുന്നുണ്ട്, ഞാൻ അവിടേക്ക് പോകുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സംഷിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് പിന്നെ കാണിക്കുന്നത്. +2 കഴിയാനായ സംഷി ഏത് കോളേജാണ് വേണ്ടതെന്ന് നോക്കുമ്പോഴാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഉണ്ടെന്ന് അവൾ കാണുന്നത്. അങ്ങനെ അവിടെ ചേരണമെങ്കിൽ അവൾ ടോപ്പ് 10-ലെങ്കിലും വരണം. അങ്ങനെ അവൾ വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ഞാൻ ഈ കോളേജിൽ തന്നെ പോകും എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. പിന്നെ അവൾ മനസ്സിലെല്ലാം ഉറപ്പിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് സ്റ്റാർ പേപ്പറിൽ എഴുതി അത് സ്റ്റാറാക്കി ഉണ്ടാക്കി ആ മിൽക്ക് ബോട്ടിലിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾക്ക് വരുന്ന എല്ലാ എക്സാമിനും പങ്കെടുത്ത് നല്ല മാർക്ക് തന്നെ സംഷി വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം ഫോട്ടോ എല്ലാം എടുത്ത് ഡുവാൻ അയച്ചു കൊടുക്കുന്നുമുണ്ട്. അത് കണ്ട് ഡുവാൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ സംഷി നേരെ താഴേക്ക് വന്നപ്പോൾ ഞാൻ കോൾ ചെയ്യുകയായിരുന്നു കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട്. അങ്ങനെ ആ കോളിൽ നിന്ന് സംഷിക്ക് മനസ്സിലാകുന്നുണ്ട് ഡുവാനെ ഈ അവൻ്റെ ഹോം ടൗണായ സ്ഥലത്ത് നിന്ന് ഗേൾ ഫ്രണ്ട് എല്ലാം ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതെല്ലാം കേട്ട് സംഷി ഒരുപാട് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ സംഷി നേരെ അവളുടെ റൂമിലേക്ക് വന്ന് ഡുവാൻ മെസ്സേജ് എല്ലാം അയക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വിചാരിക്കുന്നുണ്ട് അത് വേണ്ട. അങ്ങനെ പിറ്റേ ദിവസം സംഷി നേരെ വീട്ടിൽ ആരോടും പറയാതെ ഇഹിയിലേക്ക് വരുന്നുണ്ട്. അതേസമയം സംഷിയെ നേരെ ഇയങ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ട്യൂഷന് വരെ പോകാതെ നീ ഇപ്പോൾ എവിടേക്ക് പോയതാണ്? അത് കേട്ട് സംഷി പറയുന്നുണ്ട്, ഞാൻ ഇഹിയിലേക്ക് വന്നതാണ്. അത് കേട്ട് ഇയങ് നെട്ടുന്നുണ്ട്, ഇത്ര ദൂരെ നീ ഒറ്റയ്ക്ക് വന്നു, നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഓൺലൈൻ ബോയ് ഫ്രണ്ടിനെ കാണാനായി വന്നതാ. അത് കേട്ട് ഒരുപാട് ദേഷ്യം പിടിക്കുന്നുണ്ട് യങ്ങിന്. യങ് പറയുന്നുണ്ട്, നീ അവിടെ തന്നെ ഇരിക്കി, ഞാൻ ഡുവാനെ പറഞ്ഞേക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സംഷി നേരെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ് നീ പറഞ്ഞത് എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ സമയം സംഷി അവിടെ ഇരുന്നപ്പോഴാണ് അവിടേക്ക് നേരെ ഡുവാനും പിന്നെ ഡുവാൻ്റെ കൂടെ ഒരു സ്ത്രീയെ കൂട്ടി അവൻ വരുന്നത്. അത് കണ്ട് സംഷിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്.
സംശി വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ചോദിച്ചാലോ എനിക്കുള്ള പ്രോമിസ് തെറ്റിച്ചില്ലേ എന്ന്. പിന്നെ സംശി വിചാരിക്കുന്നുണ്ട് അതൊന്നും പറയണ്ട എന്ന് വിചാരിച്ച് സംശി മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഡുവാൻ നേരെ ഡുവാൻ്റെ കോട്ടെല്ലാം അവൾക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം വാഷ്റൂമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ മുമ്പിൽ നിന്ന് ഒന്ന് മാറിയപ്പോൾ സംശി ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. കാരണം സംശിക്ക് ആ സങ്കടം ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതൊന്നായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഡുവാൻ നേരെ സംശിക്ക് ഭക്ഷണമെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംശി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൂടെ വന്ന സ്ത്രീ എവിടെ പോയി എന്ന് കേൾക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട് അവർക്ക് എന്തോ ജോലിയുള്ളത് കാരണം അവൾ ജോലിക്കായി പോയി എന്നെല്ലാം പറയുന്നുണ്ട്. സംശി പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു പോകുന്ന ഫ്ലൈറ്റ് ഒരുപാട് എക്സ്പെൻസീവ് അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് താങ്ങാൻ കഴിയുക എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, നീ ഇനി അവിടെ എത്തിയാലേ എനിക്ക് സമാധാനമാകുകയുള്ളൂ എന്നെല്ലാം സംശിയോട് പറയുന്നുണ്ട്. അങ്ങനെ സംശി വേഗം സംശിയുടെ ബാഗിൽ നിന്ന് ഒരു ഗിഫ്റ്റ് എല്ലാം എടുത്ത് ഡുവാന് നൽകുന്നുണ്ട്. ഡുവാൻ അത് തുറന്നെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് ഡുവാന് ഒരുപാട് ഇഷ്ടവുമാകുന്നുണ്ട്. അതേസമയം ഡുവാൻ എന്തോ ഒരു കോള് വന്നത് കാരണം ഡുവാൻ പുറത്തേക്ക് പോകുമ്പോഴാണ് സംശി ഡുവാൻ്റെ പേഴ്സ് എടുത്ത് അതിലൊരു കുറച്ച് ക്യാഷ് എല്ലാം വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ സംശി അവിടെ നിന്ന് പോകാൻ സമയമായപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, ഇനി ഇതിലൊന്നും നീ ശ്രദ്ധിക്കരുത്, നീ തനിച്ച് നിന്റെ കാര്യമെല്ലാം നോക്കി ജീവിക്കാൻ വേണ്ടി നീ പഠിക്കണം എന്നുള്ള എല്ലാ മോട്ടിവേഷൻസും ഡുവാൻ സംശി നൽകുന്നുണ്ട്. സംശി എല്ലാത്തിനും അതെ എന്ന് പറഞ്ഞ് തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. അങ്ങനെ യങ്ങായിരുന്നു സംശിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ സംശി വീട്ടിലെത്തുമ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും നോർമലി പയ്യെ പോലെ എങ്ങനെയാണോ അവൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവർ അവളെ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അത് കണ്ട് എങ്ങിനും സംശിക്കും ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒന്നും തന്നെ മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. യങ് നേരെ സംശിയെ വണ്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം അവർ യാത്ര ചെയ്ത് വരുമ്പോഴാണ് യങ് സംശിയോട് പറയുന്നത്, നീ അങ്ങനെ പോയപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സങ്കടമായി, അവർ നിന്നെ ഒരുപാട് കാത്തിരുന്നു, അവർ എത്രത്തോളം വിഷമിച്ചിരുന്നു എന്നൊന്നും നിനക്കറിയില്ലേ, നീ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് എന്നെല്ലാം സംശിയോട് യങ് പറയുന്നുണ്ട്. ഇതാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 7th എപ്പിസോഡിലുള്ളത്.